സാർ നമസ്കാരം. നമസ്കാരം. കടകളിൽ കയറി ഒരു പൊറോട്ട കഴിക്കാമെന്ന് കണക്കാക്കി കഴിഞ്ഞാൽ പൊറോട്ടയോടൊപ്പം ചാറ് തരില്ല എന്നാണ് കടക്കാർ പറയുന്നത്. അവർ ചാറ് വെറുതെ ഉണ്ടാകില്ല, അപ്പോൾ അതിന് പണച്ചെലവുണ്ട്, ഗ്യാസ്, അങ്ങനെ പല കാര്യങ്ങളും അവർ ചൂണ്ടിക്കാണിക്കുന്നു. വൻപിച്ച പാചക വില വർധനവെല്ലാം അതിൻ്റെ കാരണങ്ങളായി ചൂണ്ടിക്കാണിക്കുന്നു. എന്നാൽ ഇനിയിപ്പോൾ ചൂട് പൊറോട്ടയോട് കൂടെ ഒരു ബീഫ് ഫ്രൈയോ ഒരു ബീഫ് കറിയോ വാങ്ങി കഴിക്കാം എന്ന് വിചാരിച്ചാൽ അത് ജൂലൈ 15 മുൻപാണെങ്കിൽ ഒരുപക്ഷെ സാധിച്ചേക്കാം. ജൂലൈ 15-ാം തീയതി ശേഷം അതും സാധ്യമാകില്ല. കാരണം ബീഫിന് വില കൂട്ടുന്നു എന്നുള്ളൊരു അറിയിപ്പാണ് ഇപ്പോൾ ഓൾ കേരള ബീഫ് മർച്ചൻസ് അസോസിയേഷൻ പുറത്തുവിട്ടിരിക്കുന്നത്. ഇപ്പോൾ ഏതാണ്ട് 360 രൂപയാണ് കിലോയ്ക്ക് ബീഫിന് വാങ്ങിക്കുന്നത്. അത് പല ജില്ലകളിലും 5 രൂപയോ 10 രൂപയോ ഏറ്റക്കുറച്ചിലുണ്ടാകാം. അത് എല്ലുള്ള ബീഫിനാണ് 360 രൂപ, എല്ലില്ലാത്ത ബീഫിന് 400 രൂപ. എന്നാൽ ജൂലൈ 15-ാം തീയതി മുതൽ പുതുക്കിയ വില വരും. എല്ലുള്ള ബീഫിന് 400 രൂപയും എല്ലില്ലാത്ത ബീഫിന് 460 രൂപയും എന്നുള്ളതാണ് അവർ പറയുന്നത്. അപ്പോൾ ബീഫ് കഴിക്കണമെങ്കിൽ ഇനി കൈ കൂടുതൽ പൊള്ളും. പൊറോട്ടയ്ക്ക് ചാറ് തരില്ല എന്ന് പറയുമ്പോൾ ഇനി പൊറോട്ട തന്നെ കഴിക്കണോ വേണ്ടയോ എന്നുള്ള അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറും. ഇതിന് സാധാരണക്കാരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ സസ്യാഹാരികളെ കുറിച്ച് പറയുകയാണെങ്കിൽ പച്ചക്കറിയുടെ വിലവർധനവ് അവരെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ പച്ചക്കറിയുടെ ലഭ്യത കുറവൊക്കെ അവരെ വഴിമുട്ടിക്കുന്നുണ്ടാവാം, അവരുടെ ഭക്ഷണ സംസ്കാരത്തിൽ വലിയ പ്രതിസന്ധികൾ ഉണ്ടാക്കുന്നുണ്ടാകാം. എന്നാൽ മിശ്രബുക്കുകളെ, മാംസാഹാരം കഴിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ട്രോളിംഗ് നിരോധനം ഏർപ്പെടുത്തിയതോടുകൂടി ഇപ്പോൾ സാധാരണക്കാരൻ്റെ മത്സ്യം എന്നൊക്കെ പറയപ്പെടുന്ന മത്തി, ചാള എന്നൊക്കെ പറയപ്പെടുന്നതിന് ഏതാണ്ട് 1 കിലോയ്ക്ക് 600 രൂപ വരെയാണ് പറയുന്നത്. അതുപോലെ കോഴിമുട്ട അല്ലെങ്കിൽ ഈ താറാവ് മുട്ടയൊക്കെ വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ 10 രൂപ 9 രൂപയൊക്കെയാണ് അതിൻ്റെയും വില, അതും വർദ്ധിച്ചിരിക്കുന്നു. അപ്പോൾ മാറിയ സാഹചര്യത്തിൽ പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണം കഴിക്കണം എന്ന് മാംസാഹാരികൾക്ക് താല്പര്യം വരികയാണെങ്കിൽ എന്തെങ്കിലും ഒരു കറി കൂട്ടി കഴിക്കണ്ടേ? പച്ചക്കറി വില കൂടുന്നു, സാധാരണക്കാരൻ്റെ അടുക്കളയിലെ വിഭവമായിരുന്ന മത്തിക്ക് 600 രൂപയാകുന്നു. അങ്ങനെയെങ്കിൽ 360 രൂപയുള്ള ബീഫ് വാങ്ങി കഴിക്കാം എന്നുള്ള ഒരു ധാരണയോടുകൂടി അത് വാങ്ങി ഉപയോഗിച്ചിരുന്ന ആളുകൾ, അത് ദിനം ഉപയോഗിക്കുന്ന ആളുകൾ പറയുന്ന പരാതി, ട്രോളിംഗ് നിരോധിച്ചു, മത്തി കിട്ടുന്നില്ല, ഉള്ള മത്തിക്കാട്ട് വലിയ വിലയായി, പച്ചക്കറിയുടെ ലഭ്യത കുറഞ്ഞു, പച്ചക്കറി വില കൂടി, ഇനി പിന്നെ എന്ത് കഴിക്കും? കോഴിമുട്ടയ്ക്കും താറാവ് മുട്ടയ്ക്കും ബീഫിനും ചിക്കനും എല്ലാം വില കൂടിയിരിക്കുന്നു. അപ്പോൾ സാധാരണക്കാരൻ ബീഫ് വാങ്ങി കഴിക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ താല്പര്യങ്ങൾ, അവൻ്റെ ഭക്ഷ്യ താല്പര്യങ്ങൾ ഹനിക്കപ്പെടുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ഈ ബീഫ് മർച്ചൻസ് അസോസിയേഷനുമായി നമ്മൾ ചില കാര്യങ്ങൾ ചോദിച്ചറിയാൻ ശ്രമിച്ചപ്പോൾ അവർ പറഞ്ഞത്, കേരള സംസ്ഥാനത്തിൽ ബീഫിൻ്റെ ലഭ്യതയില്ല. അപ്പോൾ പുറമേ നിന്നാണ് ഈ മാടുകളെ കൊണ്ടുവരുന്നത്. അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന്, തമിഴ്നാട്, കർണാടക പോലുള്ള സ്ഥലങ്ങളിൽ നിന്നാണ്, ഹൈദരാബാദ് പോലുള്ള സ്ഥലങ്ങളിൽ നിന്നാണ് കൊണ്ടുവരുന്നത്. ഇത് കൊണ്ടുവരുന്ന വഴിക്ക് ഓരോരോ ഗ്രാമങ്ങളിലുള്ള ചില ചട്ടമ്പി കവലകളിൽ വെച്ച് ഇവർ കൊണ്ടുവരുന്ന വണ്ടികൾ ആക്രമിക്കപ്പെടുകയും അവർ ഈ മാടുകളെ പലരും കടത്തിക്കൊണ്ടു പോകുന്നു. മാത്രമല്ല അവിടെ നിന്നും, ഹൈദരാബാദിൽ നിന്നും തമിഴ്നാട്ടിലൊക്കെ നിന്നും മാടുകളെ കൊണ്ടുവരുമ്പോൾ പഴയതിലുപരിയായി വലിയ വില കൊടുത്ത് വാങ്ങേണ്ടി വരുന്നു. അതുപോലെ റോഡ് ടാക്സ് അടക്കം വലിയ വിലകൾ കൊടുക്കേണ്ടതായി വരുന്നു. അതിനാൽ തന്നെ പഴയ വിലയിൽ ഇത് ലഭ്യമാക്കാൻ പറ്റില്ല എന്ന് പറയുന്നു. മറ്റൊരു കാര്യം കൂടി എടുത്തു പറയുന്നത്, ഈ ബീഫ് തയ്യാറാക്കുമ്പോൾ അതിൻ്റെ ഉപോൽപ്പന്നമായി വരുന്ന അതിൻ്റെ തോല് വ്യവസായം നല്ലൊരു വ്യവസായമായിരുന്നു. എല്ല് വ്യവസായം, അതുപോലെ വെട്ടുനെയ്യ്, ഇതെല്ലാം വിൽക്കാൻ സാധിക്കുമായിരുന്നു. തോലും എല്ലും ഒന്നും എടുക്കാൻ ഇപ്പോൾ ആളുകളില്ല. എല്ലും തോലുമായ അവസ്ഥയിലാണ് ആ വ്യവസായം എന്ന് പറയുന്നു. വെട്ടുനെയ്യും വിറ്റുപോകുന്നില്ല. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായും ഈ ബീഫിൻ്റെ ദൗർലഭ്യത കണക്കിലെടുക്കുമ്പോൾ, വിലക്കയറ്റം കണക്കിലെടുക്കുമ്പോൾ വില കൂട്ടാതെ പറ്റില്ല എന്നാണ് മർച്ചൻസ് അസോസിയേഷൻ, അതായത് ബീഫ് മർച്ചൻസ് അസോസിയേഷൻ പറയുന്നത്, അല്ലെങ്കിൽ അവകാശപ്പെടുന്നത്. രാജ്മോഹൻ സാറിൻ്റെ ഭക്ഷ്യ സംസ്കാരം എന്താണെന്നുള്ളത് എനിക്കറിയില്ല. അങ്ങ് സസ്യബുക്കാണോ അല്ലെങ്കിൽ മിശ്രബുക്കാണോ എന്നറിയില്ല. എന്തു തന്നെയായാലും ഇതൊരു പൊതുമണ്ഡലത്തിലെ ഒരു വികാരം എന്ന രീതിയിൽ നമ്മൾ നേരത്തെ പൊറോട്ടയെക്കുറിച്ചിട്ട്, ഞാൻ സാധാരണ പൊറോട്ട കഴിക്കാത്ത ആളാണ്, പൊറോട്ടയെക്കുറിച്ചിട്ട് നമ്മളൊരു വാർത്ത പറഞ്ഞപ്പോൾ ജനങ്ങൾ നല്ല രീതിയിൽ തന്നെ അത് സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു. ഇക്കാര്യത്തിലും സാറിൻ്റെ ഭക്ഷ്യ സംസ്കാരം എന്തു തന്നെയായാലും എന്താണ് ബീഫിനെ സംബന്ധിച്ചുള്ള വിഷയം? ഞാൻ ഈ പ്രശ്നത്തിൽ വൈകാരികമായി പ്രതികരിക്കുന്ന ആളാണ്. ആട്, കോഴി, താറാവ്, പോത്ത്, പന്നി, ഏത് വിഭാഗം ഇറച്ചി കിട്ടിയാലും വളരെ സന്തോഷത്തോടെ കഴിക്കുന്ന ആളാണ് ഞാൻ. അപ്പോൾ സാറിൻ്റെ കൂടി ഒരു പ്രശ്നമാണ്, എൻ്റെ വലിയ പ്രശ്നമാണ്. പക്ഷേ ഇവിടെ
കാണുന്ന 2-3 ഡെവലപ്മെൻറ്റ്സ് നമ്മുടെ നാട്ടിലുണ്ട്. ബീഫിന് ദൗർലഭ്യം വരാൻ, ഷോർട്ടേജ് വരാൻ 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, ശ്രീരാമൻ്റെ സ്വർണ്ണക്കൊള്ള എടുത്തുകൊണ്ട് പോയാലും കുഴപ്പമില്ല, ശ്രീരാമൻ്റെ കിരീടം എടുത്തുകൊണ്ട് പോയാലും കുഴപ്പമില്ല, ശ്രീരാമനെ തന്നെ വലിച്ച് താഴെയിട്ടാലും കുഴപ്പമില്ല, അയോധ്യയിൽ നിന്ന് വലിച്ച് താഴെയിട്ടാലും കുഴപ്പമില്ല. പക്ഷെ ബീഫുമായി ആ വഴിക്ക് പോകരുത് എന്നുള്ള രീതിയിൽ മതപരമായ ചില ചിട്ടകളുണ്ടാക്കുകയും ആരെങ്കിലും ബീഫിനെ വിൽക്കുകയോ വാങ്ങുകയോ തിന്നുകയോ ചെയ്താൽ അവനെ വേണം തല്ലിക്കൊല്ലുന്നതിന് വരെ ശ്രീരാമൻ്റെ ഏജൻ്റായിട്ട് വരുന്ന ആൾക്കാർ രംഗത്ത് വന്നിരിക്കുകയാണ്. അങ്ങനെ ചില സംഭവങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതിനെതിരായി പ്രതികരിക്കാൻ ഗവൺമെൻറ്റിന് പറ്റുന്നില്ല. ഒന്നാമത്തെ കാര്യം, കാരണം വോട്ട്, ഹിന്ദുമതം ഇതൊക്കെ പറഞ്ഞാണ് നരേറ്റീവ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഭക്ഷണം ഒരു കാലത്തും ഇല്ലാത്ത രീതിയിൽ ഭക്ഷണം കഴിക്കുന്നതിൽ പോലും നിൻ്റെ ശ്രീരാമന് ഇഷ്ടമുള്ള ഭക്ഷണം ഏതെന്ന് ഞാൻ തീരുമാനിക്കുന്ന യോഗിയോ മോഡിയോ അമിത്ഷായോ പറയുമ്പോൾ അത് കേൾക്കുമ്പോൾ നമുക്ക് ദേഷ്യം വരുന്നു. ഇനി ഇവിടുത്തെ പ്രശ്നം, പോഷകാഹാരം കൊടുക്കുക, എങ്ങനെ കൊടുക്കും, അത് എവിടെ നിന്ന് കിട്ടും എന്നുള്ള ഇതുണ്ട്. ഇപ്പോൾ ഇവർ പറയുന്ന വെജിറ്റേറിയൻ നല്ല ഭക്ഷണം, നല്ല വെജിറ്റേറിയൻ ഭക്ഷണം എവിടെ നിന്ന് കിട്ടും? അത് വലിയ ചോദ്യം ഇത്. നല്ല വെജിറ്റേറിയൻ ഭക്ഷണം എവിടെ നിന്ന് കിട്ടും? പോത്തിനെ അല്ലെ പശുവിനെയോ പന്നിയോ വളർത്താതെ, പശുവിനെയൊക്കെ വളർത്താതെ എവിടെ നിന്നാണ് നല്ല തൈരും മോരും കിട്ടുന്നത്, വെണ്ണ കിട്ടുന്നത്? ശ്രീകൃഷ്ണന് കഴിക്കാനാണെങ്കിലും വെണ്ണ വേണമല്ലോ. അപ്പോൾ അത്തരം എല്ലാ ഇടപാടുകളും കുറേശ്ശെ തീർത്തിട്ട് സാധാരണക്കാരനെ പട്ടിണിക്കിട്ട് കൊല്ലാൻ നോക്കുക. അപ്പോൾ എനിക്കൊരു സംശയം, ചിലർ പണ്ട് കാലത്ത് പറയായിരുന്നു ജനസംഖ്യ ഇല്ലാതാകാനുള്ള മൽത്തൂഷ്യൻ തീരയുടെ ഓപ്പറേഷൻ ഇവിടെ നടക്കണമെന്ന്. ഭക്ഷണം കിട്ടാതെ വരുമ്പോൾ ആൾക്കാർ പോയി മരിക്കും. ഇനി താങ്കൾ പറഞ്ഞ ചോദ്യത്തിലേക്ക് വരാം. ബീഫ് മർച്ചൻ്റ് അസോസിയേഷൻ വില വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. കാരണം അവരും പറയുന്നത്, ബസ് മുതലാളിമാർ പറയുന്ന പോലെ തന്നെ അവരും പറയുന്നത് ഞങ്ങൾക്കിത് നട്ടക്കച്ചവടമാണ്. ഇപ്പോൾ ഈ വിലയ്ക്ക് നിങ്ങൾക്ക് ഇറച്ചി നിങ്ങളെ തീറ്റിക്കാൻ ഞങ്ങൾക്ക് പറ്റില്ല. അവർ പറയുന്നതാണ് 2000-3000 രൂപ വീതം പ്രതിദിനം നഷ്ടം വരുന്നു എന്ന് പറയുന്നത്. നഷ്ടം വരുന്നത് മാത്രമല്ല, ഓൾട്ടർനേറ്റീവ് സോഴ്സ് എല്ലാം നിന്നിരിക്കുകയാണ്. ഒന്ന് മത്സ്യ ദൗർലഭ്യം, ഇപ്പം ട്രോളിംഗ് നിരോധനമുണ്ട്. അല്ലാതെ തന്നെ ഇപ്പം വിഴിഞ്ഞം കാര്യം ഉപകാരം ചെയ്യുമ്പോൾ വിഴിഞ്ഞം കാരണം എന്തുമാത്രം മത്സ്യം നഷ്ടപ്പെട്ടു എന്നുള്ള കണക്ക് ഇവിടെ ആരും പറഞ്ഞിട്ടില്ല. വിഴിഞ്ഞം തുറമുഖം ഉണ്ടാകുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടെങ്കിൽ വേമ്പനാട് കായൽ വരെ ഉണ്ടായിരിക്കുന്ന മത്സ്യസമ്പത്തിൻ്റെ ശോഷണത്തെക്കുറിച്ച് ഒരു പഠനം ആരും നടത്തിയിട്ടില്ല. ലാഭത്തെക്കുറിച്ച് മാത്രമേ പറയുന്നുള്ളൂ. അവിടെ കരിമീൻ ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട മത്സ്യങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അത്തരം പഠനങ്ങൾ വന്നിട്ടില്ല. എന്തുമായിട്ടത് നമ്മുടെ പരിധിയിൽ നിൽക്കുന്നതല്ല, നമ്മൾ ചർച്ച ചെയ്തിട്ട് കാര്യവുമില്ല. നടപ്പാക്കേണ്ടത് നടപ്പാക്കും, കൊണ്ടത്തിന്നുന്നവൻ തിന്നുകയും ചെയ്യും. പക്ഷെ മറിച്ച് ഈ നമ്മുടെ കുട്ടികൾക്ക് അല്ലെങ്കിൽ ഇറച്ചിയോ അല്ലെങ്കിൽ മീനോ ഉള്ളവർക്ക് ഇത് ആഹാരം, മാംസ്യാഹാരം എവിടുന്ന് കൊടുക്കും? പ്രോട്ടീനോ ഹോർലിക്സോ ഒക്കെ മേടിച്ച് കൊടുക്കാൻ പറ്റുന്ന സമ്പന്നർ വേണം. പക്ഷേ എല്ലാവർക്കും അത് പറ്റുമോ? അല്ല, അതിൽ പോലും ഈ ഇവർ ആ ഹോർലിക്സിൻ്റെ അല്ലെങ്കിൽ ബൂസ്റ്റിൻ്റെയൊക്കെ കുപ്പിയുടെ പുറത്ത് എഴുതുന്ന രീതിയിലുള്ള പ്രോട്ടീനൊക്കെ അതിലുണ്ടെന്ന് ഒരിക്കലും നമുക്ക് അവകാശപ്പെടാനും സാധിക്കില്ലല്ലോ. അല്ല, ഭക്ഷണത്തിന് നമ്മുടെ കുട്ടികൾക്ക്, നമ്മുടെ വരുന്ന തലമുറയ്ക്ക്, ആരോഗ്യത്തോടെ വളരാൻ തലമുറയ്ക്ക് ആവശ്യമായ പോഷകാഹാരം സമീകൃതമായ ഒരു ആഹാരം എങ്ങനെ നമ്മൾ കൊടുക്കും? അത് അതിലിവിടെ കിട്ടിക്കൊണ്ടിരുന്ന, കേരളത്തിൽ പ്രത്യേകിച്ചും കിട്ടിക്കൊണ്ടിരുന്ന, അല്ലെങ്കിൽ ബംഗാളിൽ കിട്ടിക്കൊണ്ടിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആഹാരം എന്ന് പറഞ്ഞാൽ മാംസാഹാരം തന്നെയാണ്. ഈ മാംസാഹാരം പറ്റിയില്ലാന്ന് ഒരു വിഭാഗം പറയുമ്പോൾ, അല്ലെങ്കിൽ ദൗർലഭ്യം ഉണ്ടാകുമ്പോൾ ഇതെങ്ങനെ പരിഹരിക്കും? ഇതാണ് ഏറ്റവും കാതലായ പ്രശ്നം. ഇവിടെ പോത്ത് എന്ന് പറയുന്ന സാധനമാണ് ഇവിടെ കോമൺ ആയിട്ട്. ബീഫ് മട്ടനേക്കാൾ കൂടുതൽ അല്ലെങ്കിൽ കോഴിയിറച്ചിയേക്കാൾ കൂടുതൽ പോത്താണ് ഇവിടെ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന, ബൾക്കായിട്ട് ഉപയോഗിക്കുന്ന സാധനം. ഇത് കിട്ടുന്നില്ലെങ്കിൽ എന്തു ചെയ്യും? തൽക്കാലം നമുക്ക് പിടിച്ചു നിൽക്കാം. 2-3 ദിവസം കഴിയുമ്പോൾ ഈ സാധനം ഇവിടുന്ന് എങ്ങനെ മേടിക്കും? അത് വില കുറച്ച് കൊടുക്കാനുള്ള സംവിധാനമുണ്ടോ? എന്തുകൊണ്ട് ഇപ്പം നമ്മുടെ കളിയൊക്കെ പറയല്ല, ബീക്കൺ ഫാക്ടറി ഉണ്ട് ഇവിടെ എറണാകുളം ജില്ലയിൽ തന്നെ കൂത്താട്ടുള്ളത്. ബീക്കൺ പന്നിയുടെ ഉണ്ട്, പന്നിയിറച്ചി പാഴ്സലാക്കി വിൽക്കുന്നുണ്ട്. അതുപോലെ പോത്ത് ഉൾപ്പെടെയുള്ള ഇത് ഗവൺമെൻറ് തന്നെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത ബീക്കൺ ഫാക്ടറി പോലെ മറ്റ് ഫാക്ടറികൾ തുടങ്ങി പോത്തിൻ്റെ ഇറച്ചി വിൽക്കാൻ ശ്രമിച്ചാലും റേഷൻ അടിസ്ഥാനത്തിൽ തന്നെ വില കുറച്ച് തന്നെ കൊടുക്കാൻ നോക്കിയാൽ ഈ പ്രശ്നത്തിന് പരിഹാരം കാണാൻ. അല്ല, അതൊരു വലിയൊരു ഭക്ഷ്യഭദ്രത നാടിൻ്റെ ഒരു ആവശ്യം തന്നെയാണല്ലോ. അപ്പോൾ സതീശൻ പല കാര്യങ്ങളിലും ഇടപെടുന്ന, പല പ്രശ്നങ്ങളും പരിഹരിക്കാൻ ശ്രമിക്കുന്ന BD സതീശന് ഈ ഒരു തലവേദനയും കൂടെ ഇരിക്കട്ടെ, ഇതുകൂടെ പരിഹരിക്കാനുള്ള ശ്രമം BD സതീശൻ നടത്തുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അല്ല, നമ്മുടെ ബഹുമാന്യനായ മുഖ്യമന്ത്രി അദ്ദേഹം പൊറോട്ട കഴിക്കുമോ ബീഫ് കഴിക്കുമോ എന്നുള്ളത് നമുക്കറിയില്ല. പക്ഷെ അദ്ദേഹം കഴിച്ചാലും കഴിച്ചില്ലെങ്കിലും ഈ പൗരന്മാരുടെ ഭക്ഷ്യ സംസ്കാരവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഈ കാര്യത്തിൽ വലിയൊരു
നടപടി ഉണ്ടാകും. ഇത് തന്നെയാണ് ബീഫ് മർച്ചൻസ് അസോസിയേഷനും പറഞ്ഞത്. ഞാൻ ബീഫ് കഴിക്കുന്ന ആളല്ല, ഞാൻ പൊറോട്ട കഴിക്കാൻ താല്പര്യം കാണിക്കാത്ത ആൾ തന്നെയാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം അതിന് വില കൂടുകയോ അല്ലെങ്കിൽ കുറയുകയോ എന്നുള്ളതല്ല വിഷയം. നമ്മൾ പൊതുവായൊരു വിഷയം ചർച്ച ചെയ്യുമ്പോൾ തീർച്ചയായും അത് ഉപയോഗിക്കുന്ന വലിയൊരു ശതമാനം ആളുകൾ ഇവിടെയുണ്ട്. അത് അവരുടെ ഭക്ഷ്യ സ്വാതന്ത്ര്യമാണ്, സംസ്കാരമാണ്. അപ്പോൾ അവരർഹിക്കുന്ന തരത്തിലുള്ള ഭക്ഷണം ലഭ്യമാക്കുവാൻ വേണ്ടി, അതും അവരുടെ പോക്കറ്റിന് അനുയോജ്യമായ രീതിയിൽ അത് ലഭ്യമാക്കുന്നതിൻ്റെ ഉത്തരവാദിത്തം നമ്മുടെ സർക്കാരുകൾക്ക് തന്നെയാണ്. അപ്പോൾ മാറി വന്ന സർക്കാരിൻ്റെ ഉത്തരവാദിത്തത്തിൽ ഉള്ള കാര്യം തന്നെയാണത്. ബഹുമാന്യായ മുഖ്യമന്ത്രി ബീഫ് കഴിച്ചാലും പൊറോട്ട കഴിച്ചാലും ഇല്ലെങ്കിലും ഇതൊക്കെ കഴിക്കുന്ന ആളുകൾക്ക് ന്യായമായ വിലയ്ക്ക് ഇത് ലഭ്യമാക്കുന്നതിനുള്ള ഒരു സൗകര്യം അദ്ദേഹം ഉണ്ടാക്കും എന്ന് തന്നെ നമുക്കും പ്രതീക്ഷിക്കാം. ഈ പൊറോട്ടയുടെയും അല്ലെങ്കിൽ ബീഫിൻ്റെയും പ്രശ്നം മാത്രമല്ല അദ്ദേഹത്തിന് മുന്നിലുള്ളത്, നിരവധി പ്രശ്നങ്ങളാണ്. കാക്കത്തൊള്ളായിരം പ്രശ്നങ്ങളിരിക്കുമ്പോൾ ഒരു പ്ലേറ്റ് ബീഫിൻ്റെയും ഒരു പൊറോട്ടയുടെയും എല്ലാം കാര്യം അദ്ദേഹം തള്ളിക്കളയില്ല എന്ന് നമ്മളും വിചാരിക്കുന്നു. എന്തായാലും തീർച്ചയായും ബീഫ് കഴിക്കുന്നവർക്ക് ശുഭകരമായൊരു വാർത്ത ഇനി മേലിലുണ്ടാവും. ചെറിയ കാര്യങ്ങൾ പറഞ്ഞോട്ട് പറയൂ. മുൻപ് നമുക്കിവിടെ ഭക്ഷ്യ സിവിൽ സപ്ലൈസ് മന്ത്രി CPIയുടെ റെപ്രസെൻറ്റേറ്റീവ് ആയിരുന്ന C. ദിവാകരൻ ഉണ്ടായിരുന്നു. അദ്ദേഹം അറിയാതെ ഒന്ന് പ്രസംഗിച്ച് പോയി, ആരും പോഷകാഹാരക്കുറവ് വരണ്ട, മുട്ടയും പാലും കഴിക്കുക, മീനും കഴിക്കുക. അന്ന് അദ്ദേഹത്തെ എല്ലാവരും പരിഹസിച്ചു. പക്ഷേ ഇപ്പോൾ നമ്മളത് വളരെ ഗൗരവത്തോടെ എടുക്കേണ്ട വിഷയമായിരിക്കും. അത് റേഷൻ വാങ്ങിക്കാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ എന്തിനാ വിഷമിക്കണം, മുട്ടയും പാലും കഴിക്കണം. ആ തരത്തിലാണ് ഞാനതൊന്ന് വായിച്ചത് പത്രത്തിൽ. വളരെ മുമ്പ് നടന്ന സംഭവമാണെന്ന് എൻ്റെ ഒരു ഓർമ്മ. എന്തായാലും ഇവിടെ ബീഫ് കഴിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ശുഭോദാർഹമായൊരു തീരുമാനം സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകും. നമുക്ക് പ്രതീക്ഷിക്കാം. അങ്ങനെ ഉണ്ടാകട്ടെ. അതിനുവേണ്ടി നമുക്കും കാത്തിരിക്കാം.